നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അഞ്ജു നിക്ക്. എനിക്ക് അഞ്ജുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനു മുമ്പ് നമുക്കൊരു കോഫി കുടിച്ചാലോ? രൂപേഷ് വരും, അതുവരെ നമുക്ക് സംസാരിച്ചിരുന്നാലോ? എന്തു പറയുന്നു? അവൻ വരട്ടെ. ആളിയാ, നീ എന്താ ഇവിടെ? അല്ല, ഇതാരാ? ലൈനാണോ? ഒന്ന് പോടാ, ചുമ്മാ കളിയാക്കാതെ. ഇതെന്റെ ബന്ധുവാ. ബന്ധു എന്ന് പറയുമ്പോ മുറപ്പെണ്ണാണോ? അഞ്ജു നിക്ക്. പോടാ, പോ. എന്തായാലും എന്റെ സെലക്ഷൻ കൊള്ളാം, ആള് സൂപ്പറാ. നിങ്ങൾ പോ. അഞ്ജു പോവല്ലേ, അവിടെ നിക്ക്. ആമാര് ചുമ്മാ പറഞ്ഞല്ലേ, അതൊന്നും അഞ്ജു കാര്യാക്കണ്ട. അതെ, ഇവിടെ നിന്നാലേ ഇനിയും ആളുകൾ ശ്രദ്ധിക്കും. നീ വാ. എന്താ അഞ്ജു ഇത്? നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാന്നേ. വാ. അല്ല, തരണെന്താ ഇവിടെ? അല്ല, ഇപ്പൊ സ്ഥിരമായിട്ട് ഈ വഴിക്ക് കാണാറുണ്ടല്ലോ, അതാ. എന്തു പറ്റി? അത് പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അവരെ ഒന്ന് കാണാൻ വന്നത്. ഓ, ഫ്രണ്ട്സിനെ കാണാൻ വന്നപ്പോഴാ അഞ്ജു ഇവിടെ നിൽക്കുന്നത് കണ്ടത്. എന്നാ പിന്നെ രൂപേഷ് വന്ന് സംസാരിച്ചിട്ട് പോവാന്ന് കരുതി. ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കാണാം. അതെനിക്കും അറിയാം. മൊത്തത്തിൽ പെരുമാറ്റത്തിലൊരു ഉടായിപ്പുണ്ട്. ചോട്ടുവിന്റെ ബന്ധുവല്ലേ, അതുകൊണ്ട് വിളിച്ചായിരിക്കും. അതൊന്നും കാര്യാക്കണ്ട. ചോട്ടു വാ, നമുക്ക് പോവാം. വാ. അമ്മേ, അമ്മ എന്തിനാ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ താഴേക്ക് വന്ന് എടുത്ത് കഴിക്കില്ലേ? കുടിക്ക. രാപകലില്ലാതെ മോളിരുന്ന് പഠിക്കല്ലേ. മോൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടത് എന്റെയും കൂടി കടമയാ. ഇരുന്ന് പഠിക്ക. അമ്മ ഇവിടെ ഇരിക്കെ. കുഴപ്പമില്ല, മോളിരിക്കെ. മോളെ, ഈ IPS എന്നത് മോളുടെ മാത്രം സ്വപ്നമല്ല, അമ്മയുടെയും ഈ കുടുംബത്തിന്റെയും കൂടി സ്വപ്നമാ. മോള് പരീക്ഷ പാസ്സാകാൻ വേണ്ടി അമ്മ ഉപവാസം എടുക്കുന്നുണ്ട് പരീക്ഷയുടെ ദിവസം. അമ്മേ, അതൊന്നും വേണ്ടമ്മേ. എനിക്ക് അമ്മയുടെ സ്നേഹവും അനുഗ്രഹവും മാത്രം മതി. പിന്നെ ഞാൻ എക്സാം എഴുതിയിട്ട് വരുന്നത് വരെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ അമ്മ ഒന്ന് ശ്രദ്ധിക്കണം. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. പരീക്ഷയിൽ നിന്ന് ശ്രദ്ധ മാറുകയും ചെയ്യരുത്. പവിയും യതിയും ഒക്കെ അത് ഭംഗിയായി നോക്കിക്കോളും. ഇനി അഥവാ എന്തെങ്കിലും ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നമുക്ക് പിന്നീട് ശരിയാക്കാം. അമ്മയ്ക്ക് എല്ലാവരെയും വിശ്വാസമാണ്. പക്ഷേ നമ്മളെ വിശ്വസിക്കുന്ന എല്ലാവരും ആ വിശ്വാസം നമുക്ക് തിരിച്ചു തരണമെന്നൊന്നുമില്ല. പല കാര്യങ്ങൾ കണ്ടിട്ടും ഞാൻ മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നതാ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന്
മോൾക്ക് പിന്നീട് മനസ്സിലാകും. ആ ദർശനമോളെ, അല്ല, സുധർമ്മ എപ്പ എത്തി? ആ ഞാനിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ. നേരെ ദർശനമോളെ കാണാൻ ഇങ്ങോട്ട് പോന്നു. മോള് പരീക്ഷ പാസ്സാവാൻ വേണ്ടി അമ്പലത്തിൽ പോയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. ദാ പ്രസാദം. നന്നായി പഠിക്കണോട്ടോ. സുധർമ്മ വാ, നമുക്ക് താഴേക്ക് പോകാം. ദർശന പഠിച്ചോണ്ടിരിക്കുക. ഇപ്പൊ അവളെ ശല്യപ്പെടുത്തണ്ട. ദർശനമോളെ ബുദ്ധിമുട്ടിക്കരുതെന്നാ എന്റെ ആഗ്രഹം. എനിക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞാ മതി. അതൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് പറയാലോ. അതല്ല, പറയേണ്ട കാര്യങ്ങള് അതാത് സമയത്ത് തന്നെ പറയണം. ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ചൂടങ്ങ് നഷ്ടപ്പെടും. എന്നാ പിന്നെ പറയാനുള്ളത് പറഞ്ഞിട്ട് വേഗം വാ. ആ ഞാനിപ്പോ വന്നേക്കാം. വേഗം വരണം. എന്റെ മോള് ഞാൻ പറയുന്നതൊന്ന് കേക്കണം. അമ്മായി വലിയ ധർമ്മസങ്കടത്തിലാ. എന്റെ മോന് നീ എന്തെങ്കിലും ഒരു ജോലി നിന്റെ കമ്പനിയിൽ വാങ്ങിച്ചു കൊടുക്കണം. മോള് പറഞ്ഞാലേ സുമംഗല മാഡം കേൾക്കും. വിശ്വം ഫിനാൻസിൽ അവൻ വരുന്നത് നിനക്കും ഗുണമായിരിക്കും. അവനിപ്പോ പഴയ തരുണൊന്നും അല്ല, അവൻ മൊത്തത്തിൽ മാറി. അവനിപ്പോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പശ്ചാത്താപമുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും കാര്യങ്ങൾ നടത്താൻ പറ്റിയെന്ന് വരില്ല. ഇതേ എന്റെ സ്വന്തം കമ്പനിയൊന്നും അല്ല. എനിക്ക് മാത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുമില്ല. അല്ല, നിനക്ക് തീരുമാനം എടുക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ സുമംഗല മാഡത്തെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ നിനക്ക് പറ്റും. നീ പറഞ്ഞാ സുമംഗല മാഡം എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്കിപ്പോ എക്സാമാ. ഞാൻ അതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഇതൊന്നും തലയിൽ കയറ്റാനുള്ള അവസ്ഥയിലല്ല ഞാൻ. നമുക്ക് ഈ കാര്യം 2 ദിവസം കഴിഞ്ഞ് സംസാരിക്കാം. അമ്മ ഇപ്പൊ താഴേക്ക് ചെന്ന് എന്തെങ്കിലും കഴിക്കാം. മോളെ, നീയല്ലാതെ ആരുമില്ല എന്റെ മോനെ രക്ഷിക്കാൻ. പല സ്ഥലങ്ങളിൽ ഒരുപാട് ജോലി കിട്ടുമെന്ന് നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. എങ്ങനെയെങ്കിലും നീ അവനെ ഒന്ന് രക്ഷിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവൻ വീണ്ടും പഴയതുപോലെ ആകും. ജോലിയുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാം. ആദ്യം എന്റെ എക്സാം ഒന്ന് കഴിയട്ടെ. മോളെ, മാമിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതും കൂടെ വേഗം പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ഇനി മാമി പറയാൻ പോകുന്ന കാര്യത്തില് മോളൊരു തീരുമാനം എടുക്കണം. മോൾക്ക് മാത്രമേ അതിന് സാധിക്കൂ. ഒരു 5 മിനിറ്റ് അത്ര മതി. എന്താ കാര്യം? അത് എന്താ പറയുന്നില്ലേ? മോളെ, എനിക്ക് പറയാനുള്ളതേ അഞ്ചുമോളുടെ കാര്യമാ.